അമ്മ ഇതിലൊരു വൃത്തിയുടെ മണമില്ലേ? ഒന്ന് പോവെങ്കി നോക്കാം. നീ ഒന്ന് സഹായിക്കടി, ഇത് വെച്ച് തോണ്ടിക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ സഹായിക്കുമല്ലേ ചെയ്തത്? അയ്യോ തല്ല് കിട്ടിയപ്പോൾ നിനക്ക് മനസ്സിലായില്ല, നീ സഹായിക്കല്ല, നീ ഉപദ്രവിക്കുകയാണ് മനുഷ്യനെ. ഓഹോ, ഉപദ്രവിച്ചത് ഞാനല്ല, നാത്തൂന്റെ ഹസ്ബൻഡ് ഉത്തുവണ്ണൻ. വെറുതെ എന്തിനാ ഉത്തോണ്ണം പറയുന്നത്? ഉത്തോണ്ണം നീ വീട്ടിലുള്ളവരുടെ ആരോഗ്യം നോക്കിയിട്ട് ഓരോന്നും ചെയ്യുന്നല്ലേ. ദേശേ, ഈ കാര്യത്തിൽ നീ നിന്റെ ഉത്തോണ്ണനെ സപ്പോർട്ട് ചെയ്യരുത് കേട്ടോ. ഈ ചേനയും ചേമ്പും എല്ലാം കറി വെച്ച് മനുഷ്യന്റെ കൈ ചൊറിയാനേ നേരമുള്ളൂ. കൈ ഒരിച്ചിട്ട് ചൊറിഞ്ഞാൽ എന്താമ്മേ, ഹൃദയവും കിഡ്നിയും ഒക്കെ നന്നായിരിക്കില്ലേ? ഹൃദയവും കിഡ്നി നീ അവനോട് പറ മര്യാദയ്ക്ക് നല്ല പച്ചക്കറി വല്ലതും മേടിച്ചോണ്ട് വരാൻ. അതെ, ഈ കേസിൽ അങ്ങനെ ഉത്തോണ്ടെ മാത്രം കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ ചേനയുടെ തണ്ടുപിടിക്കാനും മറ്റേ കുഴപ്പം ചെത്താനും ആരാ മുമ്പിൽ നിൽക്കുന്നേ? അച്ഛൻ. അത് അതിലും വലുത്. എവിടെയൊക്കെ കാശ് ലാഭിക്കാൻ പറ്റുമോ അവിടെ എല്ലാം ലാഭിച്ചിരിക്കും. കാശ് ലാഭിക്കുന്ന മാത്രമല്ല, അച്ഛന്റെ കൃഷിക്കൊക്കെ കിട്ടുന്ന ഒരു പബ്ലിസിറ്റി അല്ലേ ഇത്. അച്ഛനെ ആർമാദിക്കുക ഇതിനൊക്കെ പബ്ലിസിറ്റി. എന്നാലും നമ്മൾ ഈ പുല്ലുപുഷ്പാദികൾ തിന്നാൻ വല്ല ആടോ പശുവോ വല്ലോണോ? എന്താ ഉത്തോണ്ട വിചാരം? അങ്ങനെ പറയരുത്. ആടും പശുവും ഒക്കെ ഭയങ്കര ഇഷ്ടത്തോടെയാണ് ഇത് കഴിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മളെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു നാത്തൂന്റെ ഭർത്താവ്. എന്നാ നീ ഇത് കുറച്ച് ഇഷ്ടത്തോടെ കഴിച്ചു നോക്കടി. നോക്ക്. ഓ, എന്നെ ഈ കളിയാക്കാൻ കാണിക്കുന്ന ആവേശം സ്വന്തം ഭർത്താവിനോട് കാണിച്ചിരുന്നെങ്കിൽ ഈ കണ്ട പണിയൊക്കെ എടുക്കേണ്ടി വരുമായിരുന്നോ? വായിക്ക് കൊള്ളാവുന്ന എന്തെങ്കിലും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നോ? ഹലോ, വായിക്ക് കൊള്ളാവുന്ന എന്തെങ്കിലും വെച്ച് കഴിക്കണമെങ്കിൽ ഇവിടെ ഞാനോ അമ്മയോ വല്ലതും ചെയ്യണ്ടേ? വേണ്ട. പോയിന്റ്. പിന്നെ നീ എന്തോ ചെയ്യും? എന്റെ ശിവേട്ടൻ എനിക്ക് ഉണ്ടാക്കി തരും. അമ്മ പറയുന്ന കറക്റ്റാ കേട്ടോ. ശിവനെ കെട്ടിയതാണ് ഇവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അത് അവൻ എന്റെ കുടുംബക്കാരനാ. ഇവൾ എങ്ങനെ നടന്നാലും അവൻ ഇവളെ നോക്കിയോളൂ. അയ്യോ, ഞാൻ കുടുംബമഹിമ പറഞ്ഞൊന്നല്ല. ഇവക്കൊന്നും വെച്ചുണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ അവൻ വല്ലതും വെച്ചുണ്ടാക്കി തന്ന് ജീവിച്ചോളൂല്ലോ എന്ന് പറഞ്ഞോ. ഓ തമാശ, കൈ അടിക്കാമേ. അയ്യോ, ഞാൻ തമാശ പറഞ്ഞല്ലേ, ഞാൻ ശരിക്കും പറഞ്ഞതാ. ഈ വീട്ടിൽ ശിവേട്ടനെ കളിയാക്കാത്ത ഒരേ ഒരാൾ നാത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നാത്തും കളിയാക്കി. കൊള്ളാം നാത്തു. എടി, ശിവന് വല്ലതും വെച്ചുണ്ടാക്കി തിന്ന് ജീവിക്കാൻ അറിയാന്ന് പറയുന്ന അവനെ കളിയാക്കുന്നതാണോ? നിന്നെ കളിയാക്കിയല്ലേ അമ്മ. ആശേ, അവൾ എങ്ങനെ കളിയാക്കാതെ? ഇവളുടെ മൂക്കിൽ കൂടെ പല്ല് വന്നെങ്കിലും ഇവക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തോണ്ടല്ലേ എന്റെ മോളിങ്ങനെ നടക്കുന്നേ, അല്ലേടി? ഓഹോ, അമ്മായിയമ്മയും മരുമോളും കൂടെ ടീം ചേർന്നുള്ള ആക്രമണം. നിന്നെ ടീമിൽ കയറണമെങ്കിൽ നിനക്ക് പണിയൊക്കെ ചെയ്യാൻ അറിയണ്ടേ? വേണ്ട, എനിക്ക് അറിഞ്ഞൂടാ. ഞാനേ ചേട്ടനോട് പറഞ്ഞു നിങ്ങളെ രണ്ടുപേരും കൊണ്ട് മടല് കറി വെപ്പിക്കും. മടല് കറി. എന്നിട്ട് ആ മടല് കറി നീ തന്നെ കഴിക്കേണ്ട വരും. വേണ്ട, ഞാൻ ശിവേട്ടനോട് പറഞ്ഞു നല്ല ചിക്കൻ ബിരിയാണി നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കുഴച്ച് കഴിക്കും. അങ്ങനെ എങ്ങാനും നിങ്ങൾ ഈ വീട്ടിൽ ചിക്കൻ ബിരിയാണി കയറ്റിയ അന്ന് ഒത്തുകൊണ്ട് അച്ഛനെ കൂടെ നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കും. കാണാം. വലിയ പാചകം വെല്ലുവിളിച്ചോണ്ടാണല്ലോ അവള് പോയിരിക്കുന്നത്. ഇപ്പൊ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂട്ടാണോ? അത്രേ ഉള്ളൂ. ഓർഗാനിക് ചിക്കൻ ബിരിയാണി കിട്ടുമോ? ഇത് കിഡ്നിക്കൊക്കെ നല്ലതെന്നല്ലേ നീ പറഞ്ഞു? നമുക്ക് ഇത് തന്നെ കഴിക്കാം. വൈകുന്നേരം അമ്പലത്തിൽ പോകണം കേട്ടോ. നീ കുറെ നാൾ അമ്പലത്തിൽ കയറിയിട്ട്. അല്ലേറ്റപ്പാ, നമ്മളെ ഈ ചൊറിയണം കണ്ട എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ചൊറിയണം കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കൂന്ന്? അതെടുത്ത് ചുണ്ടി തേച്ചാ ചുണ്ടി ഇങ്ങനെ വരും. അല്ല, അപ്പൊ ചൊറിയൂലേ? ചൊറിയും, അതാണ് ചൊറിയണം. അപ്പൊ ചിറ്റപ്പന്റെ ചുണ്ടി തേക്കാം. നീ എന്നെ ഒരുപാട് ചൊറിയിപ്പിക്കണ്ട, എന്റെ ചുണ്ടി തേക്കണ്ട നീ. ചുമ്മാതല്ല അപ്പൂപ്പൻ അച്ഛമ്മൻ പറയുന്നത്. ചിറ്റപ്പന് ഭയങ്കര തൊലിക്കട്ടിയാണെന്ന്. ഓ ശംഭു, നീ ചുമ്മാ കളിയാക്കാൻ നിൽക്കല്ലേ ശംഭു എന്റെ അടുത്ത്. ചിറ്റപ്പ ഒരു തമാശയും പറയാൻ പറ്റും. തമാശിക്കണ്ട എന്റെ അടുത്ത്. നീ എന്ത് പറഞ്ഞാലും എന്നെ കളിയാക്കാൻ ഇൻസൾട്ട് ആക്കി നീ സംസാരിക്കുന്നത്. ചിറ്റപ്പ എല്ലാ കാര്യങ്ങളും സീരിയസ് ആയിട്ട് എടുക്കുന്നതിന്. ഞാൻ എപ്പോഴും സീരിയസ് ആയിട്ട് എടുക്കുന്നേ. ഒന്നുമില്ലല്ലേ, ചിറ്റപ്പന്റെ ആശാനല്ലേ ഞാൻ. അല്ല, ചിറ്റപ്പൻ എന്റെ ആശാനല്ലേ, ഞാൻ കളിയാക്കോ? ആ ഒരു ബഹുമാനം എപ്പോഴും വേണം. എപ്പോഴും കാണും. എപ്പോഴും കാണും, ഗുണം കാണും. അവിടെയൊക്കെ നോക്ക് ചൊറിയണുണ്ടോ? അത് കറിവേപ്പില. ചാണകത്തിനകത്ത് വാഴ ഇടുന്നു. ചാണകത്തിന് വാഴ? അല്ല അല്ല, ഈ കൃഷി നോക്കാൻ ഇറങ്ങി വേണ്ടി കൃഷി കൃഷി നോക്കാൻ പതിവില്ലാതെ എന്താണ് എന്റെ കൃഷിയോട് ഇത്ര സ്നേഹം? അല്ല, അച്ഛന്റെ ചേനയും ചേമ്പും കാച്ചിലൊക്കെ ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കാന്നല്ലോ. അപ്പൊ അതുകൊണ്ട് കൃഷി നോക്കാന്ന് വിചാരിച്ചു. ഓ അങ്ങനെ. ഞാൻ ഈ കൃഷി ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്. അല്ല, അതിന്റെ ഒരു പുഷ്ടി നിങ്ങൾക്ക് കാണാനുണ്ട്. അല്ല, പുഷ്ടി ഇവിടെ ഉണ്ട് എന്റെ മുഖത്തോണ്ട്. സത്യം പറഞ്ഞല്ലേ, ഞാനേ ഈ കീടനാശിനി രാസവളമൊന്നും ഉപയോഗിക്കാത്തോണ്ട് നല്ല വിളവാ കിട്ടുന്നത്. സത്യം. ഇവിടെ മാത്രമല്ല, അങ്ങ് അമേരിക്കയിലും ജർമ്മനിയിലും വരെ എന്റെ കൃഷിയെ പറ്റി ഭയങ്കര അഭിപ്രായമാടാ. അതപ്പം എടാ, ജർമ്മനിയിലുള്ള ഒരു ജാഫർ കാക്ക വാഴക്കൊല ചോദിച്ചടുത്ത് വന്നായിരുന്നു കാവറക്കാൻ വേണ്ടി. അതിന്റെ തള്ളായി തള്ളുന്ന ഇടം. ജർമ്മനിയിലെ ജാഫർ കാക്ക മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് ചാണ്ടി ചാനും വിളിച്ചു പറഞ്ഞു എന്റെ കൃഷിയെ പറ്റി. ജർമ്മനിക്കാരും അമേരിക്കാരും മാത്രമൊന്നുമല്ല, ഞങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കും കുറെ വർഷമായിട്ട്. അതെന്താ ഒരുമാതിരി മൊനവച്ചൊരു വർത്താനം? അയ്യോ, മോനെ വെച്ച് പറഞ്ഞില്ല അപ്പൂപ്പ, ഇത് കഴിച്ചയച്ച് ആസ്വദിക്കാൻ. അത് പറഞ്ഞ അതാ പറഞ്ഞത്. ആസ്വദിക്കുന്നതൊക്കെ കൊള്ളാം. എന്റെ കൃഷി എങ്ങനെ ചവിട്ടി പിടിച്ചാലുണ്ടല്ലോ. അല്ല അപ്പൂപ്പ, ഇവിടെ ചൊറിയണം കിട്ടുമോ? ചൊറിയണോ?
ചൊറിയണ എന്തിനാടാ? ചൊറിയണം എന്തിനാ? എക്സിബിഷൻ ചൊറിയണോ എക്സിബിഷനാ? അല്ല എനിക്ക് എക്സിബിഷൻ. സത്യം പറ, എന്താ സംഭവം? കൊമേഴ്സിന്റെ എക്സിബിഷൻ. കൊമേഴ്സിന്റെ എക്സിബിഷനാ? കൊമേഴ്സിനല്ല പൂപ്പ, എനിക്ക് സ്കൂളിൽ സയൻസിന്റെ പ്രോജക്റ്റ് ഉണ്ട്. ഇത് ചൊറിയണം വെച്ചിട്ട്. ആ, അതെ, ഞാൻ പൊന്നുപോലെ നോക്കുന്ന പറമ്പ. ഇവിടെ അങ്ങനെ ചൊറിയണോ കാട്ടിയടികളൊന്നുമില്ല. ഇവിടെ തിരിച്ചാൽ പോ. ഞാൻ പൊക്കോളാം. പോ, പോ. അല്ല, പൊക്കോളാം. എടേ, ഇവിടെ ചൊറിയണോന്നില്ല. അല്ല, ഞങ്ങൾ ചുമ്മാ നിന്നിട്ട് വെറുതെ കാറ്റുകൊണ്ടിട്ടൊക്കെ പൊക്കോളാം. അച്ഛൻ പൊക്കോ. ആ, ഞാനാ കാണണേ കൊമേഴ്സ് എന്ന് പറഞ്ഞ എന്തിനീറ്റപ്പാ? എടേ, എന്റെ ലോജിക്ക് വെച്ച് നീ കൊമേഴ്സിനെ പറയാൻ പറ്റും. നീ അപ്പൊ തിരുത്തണമായിരുന്നു. കൊള്ളാം. നീ ഇപ്പൊ എന്തിനാ വന്ന് ചൊറിയണം നോക്കാൻ? നോക്ക്. ആ, ഉടനെ ഒരു കൊമേഴ്സ് ഒന്നുമില്ല. എന്താ ചീര. നീയാണ് വെക്കണേ? എന്തോ അമ്മ വെച്ചെങ്കിലേ ആ പഴയ ടേസ്റ്റ് കിട്ടി. അന്ത അമ്മ പഴയ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. അങ്ങനല്ലേ, പഴമയുടെ ടേസ്റ്റ് ഇല്ലേ അത്. പഴമയുടെ ടേസ്റ്റ്. ശരി, ഇനി തൊട്ട് ഇവിടെ എല്ലാം അമ്മ അങ്ങ് വെച്ച് കഴിച്ചാൽ മതി കേട്ടോ നിങ്ങള്. എന്താ ഒരു തമാശ പറയാനും സമ്മതിക്കൂലേ? ഓ, ഭയങ്കര തമാശയായിപ്പോയി. അല്ലെങ്കിൽ ഇവിടെ ഈ വീട്ടിലെല്ലാവർക്കും ചെറു തമാശ കൂടുന്നുണ്ട്. അതെന്താണെന്നറിയാ, അത് ഈ ജൈവ പച്ചക്കറികളും ജൈവ സാധനങ്ങളൊക്കെ കഴിക്കുന്നതിന്റെ ഗുണമാണ്. ആണോ? സംഭവിച്ചിട്ട് ഓവറല്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓവർ എന്തോന്നു? നമുക്ക് നല്ല സാധനങ്ങൾ കഴിക്കുകയും ചെയ്യാം, പൈസ ലാഭിക്കുകയും ചെയ്യാം. ഓഹോ, അപ്പൊ ആരോഗ്യം നോക്കലല്ല മുഖ്യം, കാശാണ്. കാശ് മുഖ്യമാണ്, ആരോഗ്യം മുഖ്യമാണ്. അതുകൊണ്ട് ആരോഗ്യം കിട്ടൂലേ, ഇത് കഴിച്ചാൽ മതി. കേട്ടാ, ഇത് കഴിച്ചാൽ ആരോഗ്യം കിട്ടും. പക്ഷെ എന്റെ ഒത്തുണ്ട കാശ് നോക്കിയിട്ട് നമ്മൾ ഭക്ഷണം വേണ്ടെന്ന് നോക്കുന്നത് അത്ര ശരിയായ നടപടിയൊന്നുമല്ല കേട്ടോ. ഞാനൊക്കെ പറഞ്ഞ മനസ്സിലാവത്തെന്ത്, വിഷം അടിച്ച പച്ചക്കറികളാണ് പുറത്തുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ആ, പിള്ളേർക്കൊക്കെ മടുത്തു തുടങ്ങി. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. പിള്ളേർക്കൊന്നും മടുത്തു തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, അമ്മയെ കൊണ്ട് വെപ്പിക്കാന്ന്. അയ്യോ, ഞാൻ ഈ ചീര മാത്രമേ വെക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം അമ്മ തന്നെ വെച്ചോട്ടെ. ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ കടയിൽ നിന്ന് കുറച്ച് തക്കാളിയും വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും ഒക്കെ മേടിച്ചിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കി കൂട്ടാൻ കൊതിയാവുന്നു. പുറത്തുനിന്നുള്ളതെല്ലാം വിഷം അടിച്ചാണ് പറഞ്ഞാൽ മനസ്സിലാവാത്തെന്ത്. എനിക്കിപ്പോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിള്ളേരെ കാര്യം ഓർത്തു. പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ, നിനക്ക് പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങിച്ച് കഴിക്കണം, അതല്ലേ? പിന്നെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഒന്ന് പോയാ അവിടുന്ന്. ആന്റി ധരിഞ്ഞു പോയി, അത് ബെസ്റ്റാണ്. അയ്യോ, പഴമയുടെ രുചി അമ്മയ്ക്ക് തന്നെ കൊടുത്താൽ മതി. ചെല്ലും. ഇതിനെ അമ്മയെ കൊണ്ട് വെപ്പിക്കാം. ആ, ഇവിടെ ഇരിക്കട്ടെ, എടുത്ത് കളയല്ലേ. ഞാൻ തന്നെ എടുത്ത് കളയുന്നത്. ഇത് വേണമെന്ന് പറയും. പച്ചക്കറി എന്ന് പറഞ്ഞ ജൈവം. വേമ്പേ അത് കഴിയാറ്. നീ കുറച്ച് കറി തപ്പിച്ചോട്ടെ. ഞാൻ വെള്ളം ഒഴിക്കട്ടോ? വെള്ളമൊന്നും ഒഴിക്കണ്ട. എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇറ്റപ്പാ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന്. ചോദിക്കാൻ നേരെ സാറൊന്നും അല്ലല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കണ്ടേ? ഇപ്പൊ ഞാൻ ചോദിക്കണ്ടേ? ചോദിരടേ. അല്ല, ഈ ചിറ്റപ്പനി ചൊറിയണത്തിന്റെ കാര്യേ അപ്പൂപ്പന്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചെന്തിന്? എന്താ ചോദിച്ചേ? പൊട്ടുന്നു. നീ എന്താ ചോദിച്ചേ? അല്ല, ചിറ്റപ്പനി ചൊറിയണത്തിന്റെ കാര്യേ അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് മറച്ചു വെച്ചെന്തിനെന്ന്? എടാ, ഞാനിതേ എന്റെ ചേട്ടനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യിപ്പിക്കുന്നതാ. അത് മാത്രമല്ല, ചൊറിയണം വെച്ച് തോരൻ ഉണ്ടാക്കാൻ ഈ വീട്ടിൽ ആർക്കും അറിയത്തില്ലല്ലോ. അല്ല, അതിന് അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് മറച്ചു വെച്ചെന്തിന്? അപ്പൂപ്പന്റെ മറച്ചു വെച്ചാൽ അപ്പൊ ലോക തള്ളുള്ളൂ. ചൊറിയണത്തിന്റെ അച്ഛനെ അറിയാം, അമ്മ അറിയാന്നൊക്കെ പറയും. ആ ക്രെഡിറ്റിന്റെ പോത്തില്ലേ? ഓ, അങ്ങനെ. ചിറ്റപ്പൻ കില്ലാടി തന്നെ. അല്ല, ചിറ്റപ്പൻ ടേസ്റ്റ് ചെയ്താ? അല്ല, ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. ചിറ്റപ്പൻ ടേസ്റ്റ് ചെയ്യും. എനിക്കിത് മണത്താതെ എല്ലാം സെറ്റാണ്, എല്ലാ ഭാഗത്തിനുണ്ട്. സെറ്റാണ്. ആ, അല്ല, അച്ഛൻ ഇംപ്രസ് ചെയ്യുന്ന എനിക്കൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വേണം. ബ്ലൂടൂത്ത് അല്ല, ബ്ലൂടൂത്ത്. ആ, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വേണം. അതിന് ചേട്ടനെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം. ചേട്ടത്തി ചോദിച്ചു, ചേട്ടത്തി പൈസ തന്നില്ല. അപ്പൊ അച്ഛനെ പറ്റിക്കാനാണല്ലേ? ഇതിന് ഞാൻ സമ്മതിക്കൂല. എന്റെ എന്താ പറ്റിക്കായി? പിന്നെ പറ്റിക്കല്ലേ? എടാ, എന്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് പറഞ്ഞ ആരുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്? ആടാ? നിന്റെ. എടാ, എന്റെ ബ്ലൂടൂത്ത് പറഞ്ഞ നിന്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അല്ലേ? എന്റെ. ആ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ പറ്റിക്കുന്ന കുഴപ്പമൊന്നും. ഡെയിലി ആയാലും കുഴപ്പമില്ല, ഞാൻ അച്ഛനെ പറ്റി ഇരിക്കുന്നേ. എന്തുവാണ് ഇവിടെ? ഇവിടെ വേറെ പാചകവും. ഇത് ചിറ്റപ്പന്റെ പുതിയ റെസിപ്പി. ഇതാ, ഇത് ചൊറിയണ തോരൻ. ചൊറിയാണ തോരനാ? നീ ഇതെന്തുവാണ് കാണിക്കുന്നേ? എന്തോ അടിക്കുന്നു? നിനക്ക് ചൊറിയണ തോരനെ പറ്റി എന്താ അറിയാം? എനിക്ക് നന്നായിട്ട് ചൊറിയണ തോരൻ ഉണ്ടാക്കാനൊക്കെ അറിയാം. ചൊറിയണ തോരൻ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. അത് മര്യാദക്ക് ഉണ്ടാക്കിയില്ലേ നല്ല 8ന്റെ പണി കിട്ടും. എന്ത് പണി? നിനക്ക് വല്ലതും അറിയാമോ ചൊറിയണ തോരനെ പറ്റി? ഞാൻ കൊല്ലം അറിയാമോ ചൊറിയണ തോരനെ പറ്റി? നിനക്ക് ചൊറിയണം എന്ന് പറഞ്ഞ പേര് എവിടുന്നാ വന്നതെന്ന് അറിയാമോ? എവിടുന്ന്? അത് ഇത് ചൊറിയണുണ്ടായിരിക്കും. അങ്ങനെ ഏറെക്കുറെ, പക്ഷെ ശരിക്കും അതല്ല. പറയാം.
നിനക്കല്ലേ എല്ലാം അറിയാന്ന് പറഞ്ഞ പറ. അല്ല, നീ പറ. അറിയത്തില്ലല്ലോ. എടാ പണ്ട് അന്നം എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവര് പുല്ല് എത്താൻ പോയി. ഈ പുല്ല് ചെത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇവരുടെ കാല് പെട്ടെന്ന് ചൊറിഞ്ഞപ്പോ നോക്കിയപ്പോ ഒരു ചെടി. അപ്പോഴാണ് മനസ്സിലായത് ഈ ചെടിന്നാണ് ചൊറിയുന്നതെന്ന്. അങ്ങനെ അതിന് ചൊറി അന്നം എന്ന് പേര് വന്നു. എടി അതിനിത് ചൊറിയണ്ണല്ലേ, ചൊറി അന്നല്ലോ. ആണല്ലേ? ചൊറിയണത്തിന്റെ സ്പെല്ലിങ് പറ നീ ഇംഗ്ലീഷില്. ചൊറിയണത്തിന്റെ നിനക്കറിയത്തില്ല, നീ പറ. കൂട്ടി വായിക്ക്. എടാ പണ്ട് പോർച്ചുഗീസുകാർ ഇവിടെ വന്നില്ലായിരുന്നോ? അപ്പൊ ഈ ചൊറി അന്നം എന്നുള്ളത് പറഞ്ഞ് ചൊറിയണം എന്നായി പോയതാ. അത് കറക്റ്റ് ആണ് ഇറ്റപ്പാ. അപ്പൊ ചെറിയ കില്ലാടി തന്നെ കേട്ടാ. എന്താടാ, ഞാൻ പണ്ടാ കില്ലാടി തന്നെയാണ്. ഇതാണ് പറയുന്ന അറിയാത്ത കാര്യം ചെയ്യാൻ പോകരുതെന്ന്. കണ്ണി കണ്ട എല്ലാം കൂടെ വാരി എടുത്തിട്ട് ഇങ്ങനെ കറി ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ചെയ്തോളാം. ചോറും കൂടെ ഇവിടെ കൊണ്ട് തരട്ടെ? വേണ്ട. രണ്ടുപേരും കൂടെ കഴിക്കുക കേട്ടോ. ഇത് നീ ഇവന്റെ കൂടെ കൂടി വഷളാവരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? നാത്തൂനോട് പറഞ്ഞു കൊടുക്കട്ടെ. അയ്യോ ഞാൻ ചിറ്റപ്പൻ്റെ കൂടെ അല്ലേ കൂടെ നടക്കാൻ വേണ്ടി. വാ ഇങ്ങോട്ട്. നീ ആവശ്യമില്ലാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളെ കയറി കില്ലാടി വിളിക്കല്. ചിറ്റപ്പ അപ്പച്ചി പറഞ്ഞ പോയിന്റ് അല്ലേ? എന്ത് പോയിന്റ്? അത് ചൊറിയെന്നാണ് പറയുന്നത്. പോർച്ചുഗീസുകാര്. എന്ത് പോർച്ചുഗീസുകാർ പറഞ്ഞു? എടീ ഇത് അങ്ങനെ ഒന്നുമല്ല. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. സിലബസ് മാറിയില്ലേ ശംഭു? ഒരു മണം വരുന്നുണ്ടോ? ഇത് ഞാൻ ആരെ കൊണ്ട് തീറ്റിപ്പിക്കും? നിന്റെ അച്ഛനെ. എന്റെ ചേട്ടനെ. ശിവ, അയ്യോ നീ ഉറങ്ങുമായിരുന്നോ? എടാ പിള്ളേർക്കേ ഞാൻ ഉണ്ടാക്കാറുള്ള മീൻകറി കഴിക്കാൻ ആഗ്രഹം തോന്നുന്നു. സത്യം പറഞ്ഞോണ്ടല്ലേ പിള്ളേർക്ക് മാത്രമല്ല എനിക്കും തോന്നുന്നു. മാജിക് കാണിച്ച് മീൻ വീട്ടിൽ കൊണ്ടുവരുന്ന വിദ്യ ഒന്നും എനിക്കറിയത്തില്ല. നീ മേടിച്ചു തരുവാണെങ്കിൽ എല്ലാവർക്കും നല്ല കിടില മീൻകറി ഞാൻ വെച്ചുതരാം. അതിന് ഈ വീട്ടിൽ ഓർഗാനിക് മാത്രമല്ലേ കയറ്റാവൂ. എടാ പിള്ളേർ ഓരോന്ന് വേണമെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നത്? നീ ഒന്ന് ഞാൻ ഉത്തമനോടൊന്ന് സംസാരിക്കുക ചെല്ലേ. അയ്യോ അളിയന്റെ അടുത്താ ഞാൻ പോയി പറയാനാ? അപ്പച്ചി എന്നെ ചെന്ന് പറഞ്ഞാതെ അപ്പച്ചി. എടാ ഞാൻ അവനോട് സംസാരിച്ചതാ. അപ്പൊ അച്ഛനോട് സംസാരിക്കാൻ പറഞ്ഞു. അച്ഛനോട് സംസാരിച്ചപ്പോ ഉത്തമനോട് പോയി സംസാരിക്കാൻ പറഞ്ഞു. എന്നെ ഇട്ട് വട്ടക്കൊട്ട വെള്ളം കൊരിക്കുക. വട്ടം കളിപ്പിച്ചല്ലേ എന്നെ? അതുപോലെ അവര് വട്ടം കളിപ്പിച്ചു. എന്തോന്നു മാമ, മീൻകറി കഴിക്കാൻ കൊതിയായിട്ടല്ലേ? മാമ ഒന്ന് ആലോചിച്ച് നോക്ക്. നല്ല ചൂട് ചോറ്, നല്ല കൊടമ്പുളിട്ട് വറ്റിച്ച് നല്ല മീൻ കറി, അതെടുത്ത് ചോറിലോട്ട് ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ കഴിക്കാൻ ആലോചിച്ച് നോക്ക്. എഴുതി പോകണ്ട മനുഷ്യനെ കൊതു പിടിപ്പിക്കാതെ കൊണ്ട്. എടാ നിനക്ക് ഇത്രയും കൊതിയാണ്, ഇത് നടത്തിയെടുക്കാനുള്ള വഴിയല്ലോ നോക്കാൻ നോക്ക്. വഴി ഒരു വഴിയുണ്ട്. ഈ പിള്ളേർ സെറ്റ് എല്ലാം കൂടെ പോയിട്ട് മക്കൾ അച്ഛൻ്റെ അടുത്ത് പോയി പറ മീൻ വാങ്ങിക്കണം കൊതിയാവണമെന്ന് പറ കഴിക്കാൻ. ഞങ്ങൾ അത് ഓൾറെഡി പറഞ്ഞു നോക്കിയതാ, സമ്മതിച്ചില്ല. സമ്മതിച്ചില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പച്ചി എന്നെ പറ. വല്ല പ്രതികളല്ലായിരുന്നെങ്കിൽ സ്റ്റേഷനെ കൊണ്ട് 2 ഇടിയും കളിക്കായിരുന്നു. ഇതത് പറ്റുമോ? നിങ്ങൾ ആണുങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും തോന്നുമ്പോൾ പുറത്തു പോയി എന്തെങ്കിലും കഴിക്കാമല്ലോ. ഞങ്ങൾ വീട്ടിലിരിക്കുന്നവരുടെ ആഗ്രഹമൊക്കെ വല്ലപ്പോഴും സാധിച്ചു തരണം. അതെന്തോന്ന് അപ്പച്ചി? അപ്പൊ അപ്പച്ചി പറഞ്ഞതിന്റെ ഉദ്ദേശം ഞാൻ വെളിയിൽ പോയപ്പോ കഴിക്കുമെന്നാ? അപ്പച്ചിക്ക് അറിയാമോ നിങ്ങൾ കഴിക്കാത്തോണ്ട് ഞാൻ പോലും വെളിയിൽ പോയി കഴിച്ചില്ലേ? എടാ നീ കഴിക്കുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞല്ലേ. ജനറലായിട്ട് പറഞ്ഞ അത് ചിലപ്പോ ശരിയാണ്. ഇവളുടെ അച്ഛനും നമ്മളെ മാമനും ചിലപ്പോൾ വെളിയിൽ പോയി കഴിക്കണുണ്ടായിരിക്കും. പിന്നെ അച്ഛൻ ഞങ്ങൾക്ക് വരാൻ കഴിക്കത്തൊന്നുമില്ല. എടി പെണ്ണെ നീ ആണെങ്കിൽ ഒരിടത്തുന്നില്ല. നീ ഇപ്പൊ നമ്മളോട് നിൽക്കാൻ പറ്റുമോ? നീ അച്ഛനോട് നിൽക്കണം. അല്ലെങ്കിൽ നീ അച്ഛനോട് പോയിരുന്നില്ല വല്ല പനമ്പട്ട ചാവച്ചോണ്ട് ചെന്നല്ലോ ഓർഗാനിക്ക്. ശിവ പിള്ളേരുടെ മുമ്പ് വെച്ചാണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ? പിന്നെ അല്ലേ ദേഷ്യം വരില്ല അപ്പച്ചി. ഇത് ആരോഗ്യം നോക്കാനൊന്നുമല്ല. ഇത് ചുമ്മാ പൈസ ലാഭിക്കാൻ വേണ്ടി മാമനും അളിയനും കൂടെ കാണിക്കണ വേദനകൾ. അച്ഛൻ പൈസ ലാഭിക്കാനായിരിക്കും, അത് പോട്ടെ. അല്ലെങ്കിൽ മാമ മീൻ വാങ്ങിട്ട് വാ. ഓർഗാനിക് അല്ലേ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ എവിടെ പോട്ട് ഓർഗാനിക് മീൻ വാങ്ങിട്ട് വാ. ഓർഗാനിക് മീൻ വാങ്ങിച്ചിട്ട് വാ. ഞാൻ ജലഭൂതോ പോയി വെള്ളത്തിൽ മീൻ പിടിച്ചോണ്ട് വരെ. പിന്നെന്ത്? ഞാൻ കുറച്ച് പൈസ നീ പോയി വാങ്ങിച്ചോണ്ടോ ഓർഗാനിക് മീൻ? ഞാൻ വാങ്ങാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എവിടെ കിട്ടും? പെണ്ണേ കടയിൽ കിട്ടുന്ന മീനകത്ത് വല്ല ഓർഗാനിക് കിട്ടുമോ? അതിനകത്തെല്ലാം എന്തെങ്കിലുമൊക്കെ മരുന്നും വിഷമൊക്കെ അടിച്ചിട്ടല്ലേ വരുന്നേ. സത്യം അല്ലേ? ഓർഗാനിക് എന്നൊക്കെ പറയുന്നേ ഉള്ളൂ, വിഷമായിരിക്കും മുഴുവൻ. അപ്പൊ ഈ കടലിൽ നിന്ന് നേരിട്ടൊക്കെ പിടിച്ചാ പോരെ? വല വീശി നേരിട്ട് അല്ലേ അത് പോരെ? അത് ഞാൻ പോണമായിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ സമുദ്രദേവനല്ലെന്ന് പോയി വെള്ളത്തിൽ മീൻ പിടിക്കാൻ. എന്താ മാമ മീൻകറി കഴിക്കാൻ ആഗ്രഹം കൊണ്ടല്ലേ ചോദിക്കുന്നത്? ശരി ശരി വല്ല മീനോ വലയോ ഒക്കെ ഉണ്ടാകുന്ന നോക്കിട്ട് പോരാ. അല്ലെങ്കിൽ അളിയൻ്റെ അടുത്ത് ചോദിക്കാം എന്താ ചെയ്യാം. അവൻ വാങ്ങിച്ചു റെഡി വാ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചെറിയണം വെച്ച് തോരൻ ഉണ്ടാക്കി തരാന്ന് ചേട്ടന്? അത് റെഡിയായി വെച്ചിട്ടുണ്ട്. നീ ഉണ്ടാക്കിയത്? ചേട്ടൻ ഒരു കാര്യം അറിയുമോ? ചൊറിയണ തോരൻ ആരോഗ്യത്തിന് അത്യുത്തമമാണ്. അതൊക്കെ എനിക്കറിയാം. നീ ഉണ്ടാക്കിയതാണ് കഴിക്കാൻ കൊള്ളാവത്. അതെന്താന്ന് വർത്താനം ചേട്ടാ? ഞാൻ പണ്ട് മീൻകറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അതല്ല പറഞ്ഞത്. അവസാനം മീൻകറി ആണെങ്കിൽ മീൻ ചട്ടി ഇങ്ങനെ വടിച്ച് നക്കെ എല്ലാവരും തിന്നത് അറിയാമോ? അത് ഓർമ്മയുണ്ട്. നീ കാര്യം ചെയ്യും അവിടെ വെച്ചാൽ ഞാൻ പിന്നെ ഒന്ന് കഴിച്ചോളാം. ചോറിൻ്റെ കൂടെ കഴിച്ചോളാം.
ഞാൻ നേരത്തെ ഒരു ആവശ്യമുള്ള അല്ല അല്ല നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു മറ്റേ ഈ ചെവി വെക്കുന്ന ചെവിത്തോണ്ടിയാ അല്ല ചെവിത്തോണ്ടിയല്ല ബ്ലൂടൂത്ത് പൂത്ത് അല്ല ബ്ലൂടൂത്ത് അടിച്ചിട്ടേ മറ്റേ ബ്ലൂടൂത്ത് ആ ഞാൻ പറഞ്ഞായിരുന്നു മേടിച്ചു തരുന്ന വേണ്ടിട്ട് എന്റെ പഴയ ഹെഡ്സെറ്റ് എന്ത് ചെയ്തു? അയ്യോ ഇത് എലി അടിച്ച് തിന്ന് മൊത്തം തിന്ന് തീർത്തത് ആ അപ്പൊ ഈ വയർലെസ് ആകുമ്പോഴത്തേക്കേ എലി അടിച്ച് തിന്നത്തില്ല എലി ചമ്മി പോവും ഇപ്പൊ ബ്ലൂടൂത്തിന്റെ കാര്യം എന്താണ്? കല്യാണമൊക്കെ ആയി വരില്ല അപ്പം ഈ കല്യാണം ആയി വരുമ്പം ഭാവി ബന്ധമായിട്ടൊക്കെ സംസാരിക്കണ്ടേ? കല്യാണം കഴിഞ്ഞ് സംസാരിച്ചാ പോരെ? അല്ല അതല്ലല്ലോ ചേട്ടാ നാട്ടുകിടപ്പ് അതിനും കൂടി നമ്മൾ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വിളിച്ച് ചോദിക്കില്ലേ എന്താ കഴിച്ചോ എന്ത് ചെയ്യാ കിടന്നോ അല്ല, എന്റെ കല്യാണ സമയത്ത് ഞാൻ ബ്ലൂടൂത്ത് കൂടെ സംസാരിക്കാൻ ചെയ്തില്ല കല്യാണത്തിന് മുമ്പ്. അയ്യോ അന്ന് ബ്ലൂടൂത്തും ഇല്ല ഫോണും ഇല്ലല്ലോ പഴയ കാലഘട്ടമല്ലേ ഇപ്പൊ ന്യൂ ജനറേഷൻ അല്ലേ? എന്നാലും അങ്ങനെയുള്ള പരിപാടിക്കൊന്നും എന്നെ കിട്ടാനില്ല. ഇല്ലല്ലേ പണ്ട് കത്തേക്കുന്ന കാര്യമൊക്കെ എനിക്കറിയായിരുന്നു. ഒരു കത്തന്റെ ഇരിപ്പുണ്ടായിരുന്നു ചേട്ടത്തിക്ക് ചേട്ടൻ ഒരു കത്ത് എവിടെ ഇരുന്നു? റൂമിൽ ഇരിപ്പുണ്ട്. ബ്ലൂടൂത്തിന്റെ കാര്യമൊക്കെ പിന്നെ നോക്കാം. നീ ചെല്ലേ എനിക്ക് ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ എവിടെ ഇരിക്കണം? എവിടെ വെച്ചാണ് കത്തോ? ആ അല്ല കത്ത് സേഫ് ആയിട്ട് ഇരിപ്പുണ്ട്. ബ്ലൂടൂത്ത് മറക്കരുത്. അളയ പിന്നെ പിള്ളേർക്ക് ഈ മീൻകറി കഴിക്കണം. മീൻകറി ആമ്പി പെണ്ണൊക്കെ പറയണ മീൻകറി വേണമെന്ന് പറഞ്ഞാൽ എന്റെ പൊന്നെ ചുമ്മാതാണേട്ടാ. ഇയാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മീൻകറി. ഇയാൾക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് മീൻ പൊരിച്ചത് മീൻകറി എല്ലാം കൂടെ. നിന്റെ കുഴപ്പമില്ല കൊന്നിട്ടൊക്കെ ഞാൻ അളിയുടെ അടുത്തല്ലേ സംസാരിച്ചത്. നീ എന്തിനു കിടന്ന് സംസാരിക്കുന്ന ഇടയിൽ? എടേ നീ എന്തിനാണ് അവനെ വഴക്ക് പറയണത്? എല്ലാത്തിനും കാര്യം അഭിപ്രായം പറ. അവിടെ മരുന്നടിച്ചാൽ ഒരു ആഹാരവും നമ്മൾ ഇതിൻ്റെ അകത്ത് കയറ്റുന്നില്ല. അങ്ങനെയാണ് തീരുമാനം. അത് തന്നെ ആരോഗ്യപരമായ ഒരു പ്ലാവിലൂടെ. അതാണ് നമ്മുടെ ലക്ഷ്യം ചേട്ടന്റെ. ഒന്ന് രണ്ടുപേരും ഒന്ന് ഇറങ്ങി തരും. എനിക്ക് ഇതാണ് കുറെ നോക്കാണ്ട് കാര്യങ്ങൾ നോക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ അളിയ മീൻകറിക്ക് മീൻകറി തന്നെ വേണ്ടേ? അത് പിള്ളേരും കൂടെ എന്റെ മാത്രം ആവശ്യമല്ല അളിയാ. പിള്ളേരെ മീൻകറി കൂട്ടി ആ ചോറിനോന്ന് പറഞ്ഞു ചോറിലൊഴിച്ച്. ഇപ്പൊ ഞാൻ എന്തോന്ന് ചെയ്യണോ നീ പറയണേ? അല്ല ഈ ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുന്ന സ്ഥലത്ത് ഞാൻ വാങ്ങിച്ചോട്ടാ. യോ തട്ടിപ്പ് എന്റെ പൊന്നി ചേട്ടാ ലോക തട്ടിപ്പ്. അരുണേഷിന്റെ ചേട്ടന്റെ മോനൊരു കടകളാരി നിങ്ങൾക്ക് അറിയാലേ രണ്ടുപേർക്ക് അറിയാലേ. ഫ്രഷ് മീനാന്ന് പറഞ്ഞു കൊടുക്കും. മൊത്തവും മരുന്നടിച്ചതാ മൊത്തവും. കേട്ടോ അല്ല ഞാൻ ചോദിക്കുന്നത് നിന്റെ പ്രശ്നം എന്ത്? എനിക്കൊരു പ്രശ്നമില്ല. നീ എന്തിനിങ്ങനെ മൂട്ടണത്? അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. വലിയൊരു കാര്യം അളിയാ നമുക്ക് വലയിട്ട് മീൻ പിടിക്കാം. പിന്നെ ഞാൻ ഇത് നോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി മീൻ പിടിക്കാൻ വേണ്ടി വരണം. അളിയ പിന്നെ ഇതിപ്പം കഴിക്കണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ മീൻ കഴിക്കണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ജീവനം വിളിച്ചോണ്ട് പോകും. ആര്? ഇവനെ ഇപ്പൊ വേണ്ട. അല്ല എനിക്ക് വെള്ളം പേടിയാണ്. ഞാൻ പോകത്തില്ല. തിരിച്ചൊന്നും പറയണം അങ്ങോട്ട് കേട്ടാൽ മതി. മാത്രമല്ല എനിക്ക് ആ മീൻ പിടിക്കണ എനിക്ക് അത് പിടക്കണൊക്കെ എന്റെ മനസ്സ് ഭയങ്കരമായിട്ട് പിടഞ്ഞ് ഇതാവും. നീ പറ്റൂല നല്ല ചൂട് മീൻകറി കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് വെക്കുമ്പോൾ പിടയ്ക്കാതെ തന്നെ അറിയാലോ. ഇയാളത് കളിയാക്കുന്നു ചേട്ടനെ കളിയാക്കുന്നു. എടേ രണ്ടുപേരും ഒന്ന് പോയി തരുമോ? നീ ഒന്ന് കൂടെ പോകും ചെല്ല്. ബ്ലൂടൂത്ത് എടാ നല്ല ഫ്രഷ് മീൻ പിടിച്ചോണ്ട് വാടാ. ബ്ലൂടൂത്ത് നോക്കാം നമുക്ക്. ഫ്രഷ് മീൻ പിടിക്കാം. അളിയ ഇവനെ കൊണ്ടുപോകണം. അളിയൻ പറഞ്ഞതിലേ നല്ലത്. എടാ നിനക്കൊരു കാര്യം അറിയാം? വലയിട്ട് ആളെ പിടിക്കാനും വലയിട്ട് മീൻ പിടിക്കാനും ഇവനെ കഴിഞ്ഞ ആളുള്ളൂ അല്ലേടാ? അതെ അതെ ചെല്ല് ചെല്ല്. മാനത്തണ്ണി അത് ഊപ്പേ നടന്നവനാണ്. ഊപ്പയോ? ഇതിനകത്തെ ചൂണ്ടായിട്ട് വല്ല പിടിച്ചാ പോരെ? നീ എന്തിനാ ആട്ടണത്? അല്ല ചൂണ്ടയിട്ടിങ്ങനെ വടികണക്ക് നിൽക്കാൻ പറ്റുമോ? വടികണക്ക് നിൽക്കാൻ പറ്റും. വല എറിയണം മീൻ പിടിക്കണം. വല എറിയണം മീൻ പിടിക്കണം. എന്നിട്ട് കൊട്ടക്കണക്കിന് മീൻ കൊണ്ടുപോകണം. എന്തോന്നാ നീ നോക്കണത്? നോക്കണേ എന്തോന്നു? എടേ നമ്മള് വല എറിഞ്ഞാൽ മാത്രമേ മീൻ കിട്ടത്തൊന്നുമില്ല. പിന്നെ മീൻ കിട്ടിയില്ല തന്നെ ഞാൻ കൊല്ലും. ഞാൻ എന്റെ പൊന്നു പോതമേ ഒന്ന് മിണ്ടാ. അന്തക്കടക്കെ ചാടിപ്പോന്ന്. എടേ മീൻ ഏത് ദിശയിലായിട്ടാ പോകുന്നേ നോക്കാം. മീനാണ് മീൻ ഏത് ദിശയിലായിട്ട് പോകുന്നേ നോക്കണമെന്ന്. എന്നിട്ട് ചേട്ടൻ വല എറിയാൻ പറ്റത്തുള്ളൂ. ഇയാൾക്ക് ഈ വ്യതിചലനം എന്താണെന്ന് അറിയത്തില്ല? വ്യതിചലനം എനിക്ക് എതുചന്ദ്രനാണെങ്കിൽ അറിയാം. വ്യതിചലനം എന്റെ പൊന്നെ വേലിയേറ്റ വേലിയിറക്കൊന്നും കിട്ടും. ടൈഡ് ഞാൻ ഇംഗ്ലീഷ് മീഡിയം. ഗൈഡോ? ടൈഡ് കഷ്ടം. എന്ത് കിട്ടി. എടേ മീൻ കിഴക്കുന്ന പടിഞ്ഞാറോട്ടാ വന്നു. നേരെ ഇങ്ങോട്ട് തിരിയും അങ്ങോട്ട്. എടേ കിഴക്കുന്ന പടിഞ്ഞാറോട്ടാ വന്നേന്ന്. നീ എന്തൊക്കെയാണ് പറഞ്ഞ വെള്ളത്തിട്ട് കലക്കിട്ട് കിഴക്ക്? മീനിന്റെ അടുത്തിട്ടുള്ള ഗർഭം എന്റെ കയ്യിൽ ആകർഷിച്ചെന്ന്. അങ്ങനെ അതിന്റെ ഇതുപോലെ കണ്ടുപിടിച്ചാന്ന്. വ്യതിചലനം അല്ലെ ഇത് ചലനം. കുറച്ച് നേരം കേട്ടാ. നീ നല്ല ഓവറാവണുണ്ട്. നീ ഓവറായത് ക്രിക്കറ്റ് കളിയൊന്നും അല്ലല്ലേ. മീൻ വേണോ? മീൻ വേണോ? ഇപ്പൊ ശാന്തവും സമാനമായിട്ട് ഇരിക്കേണ്ടി വരും. ഇനി വേണമായിപ്പോയി. അതുകൊണ്ട് എന്റെ ആവശ്യമായിപ്പോയി. അതുകൊണ്ടാണ് വേണ്ട. അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് ഉള്ള കാര്യം പറയാൻ പോകും. എന്താ അറിയാം? ഞാൻ അമ്മപ്പുഴയുടെ പൈതലാണ്. നരം പോലെ ഇയാളെ രക്ഷിക്കാതെ ബിണ്ടായിരിക്കുന്നു. എന്നെ രക്ഷിക്കണ്ട. ഞാൻ പിടിച്ച് നിന്നെ വെള്ളത്തിട്ടാ നീ നീന്തി രക്ഷപ്പെടുമെന്ന് അറിയാൻ വേണ്ടി ഒറ്റയ്ക്ക് ഞാൻ എന്റെ പാട്ട് ചുമ്മാ എപ്പോഴല്ലേ അറിയാമോ നിനക്ക്? ഇതിങ്ങനെ തുമ്പത്തങ്ങോട്ട് പിടിച്ചിട്ട് കറക്കണം. തുമ്പത്തോ? അല്ലല്ല ഇത് അങ്ങനെയല്ല. അത് വെയിറ്റ് ഉള്ള സാധനം ഇപ്പുറത്ത്. അതെ എന്നെ പഠിപ്പിക്കണ്ട. എനിക്കറിയാം. സോറി
എന്തിനാണ് ഇങ്ങനെ? ഇത് ചുമ്മാ ഇരിക്കണേ നീ. ദേഹത്തെ കുരുങ്ങണം അത് എറിയുന്നു വേണ്ട ഇത് എന്ത് ചുമ്മാ ഇരിക്കാൻ കുരുക്കത്തൊന്നുമില്ല. കുരുങ്ങണ്ട പറഞ്ഞു വിടാലോ നീ ഒന്ന് വീട്. ചുമ്മാ കഴുത്തിലെ കുരുങ്ങണം ചുമ്മാ ഇരി സുമേഷേ അവിടെ ചെല്ലുമ്പോ നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടിട്ടേ ചേട്ടാ സ്നേഹം കാണിച്ച് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ പറഞ്ഞോണ്ടല്ലോ ഒറ്റയാണല്ലോ ഒറ്റത്തില്ല ഇത് അടുത്ത പ്രാവശ്യം ഇതുപോലെ വെള്ളം താത്ത് വെക്കും ഇത് പറയത്തില്ലെന്ന്. അയ്യോ നിങ്ങൾ വന്നോ? ഓ മീൻ കിട്ടിയാ? പിന്നെ ഇവ എന്താ മൊത്തം നനഞ്ഞിരിക്കുന്നത്? അതൊക്കെ വെള്ളത്തിൽ വീണത് വെള്ളത്തിൽ വീണോ? അല്ല അങ്ങനെയല്ല ഞാൻ വിചാരിച്ചല്ലടി ഇവൻ വെള്ളത്തിൽ എടുത്ത് ചാടിയുണ്ടല്ലോ മീനിന്റെ കൊള്ളിൽ ഇങ്ങനെ നോക്കിയിട്ടാണ് ഇങ്ങനെ പിടിച്ചത് കുത്തി പിടിച്ചത് ശ്ശേ, ശരിക്കും ഓ എടാ ശിവേട്ടനെ നിന്നെ ഇത്രയും പറയുന്നെങ്കിൽ നീ സൂപ്പറടാ. അല്ല ആ സൂപ്പറാണ് ആ വാ നമുക്ക് കൊണ്ടുപോയി കറി വെച്ചിട്ട് കഴിക്കാം. നീ കൊണ്ടുപോയി ഒറ്റല്ലേ എന്തുവാ എന്തുവാ? ഒറ്റയ്ക്ക് ഇത് കഴിക്കല്ലേ ഇന്ന്? ഇത് ഓ തല ആർക്ക് കഴിക്കാന്നോ? അങ്ങനെയല്ല തല അല്ല അങ്ങനെ share ചെയ്ത് ഷെയർ ചെയ്ത് കഴിക്കാം. ചെല്ലേ. നിനക്ക് വിശക്കുന്നില്ലേ? അല്ല അവൻ നല്ല വെള്ളം കുടിച്ചല്ലോ വെള്ളമോ? അല്ല ജ്യൂസ് ജ്യൂസൊക്കെ കുടിച്ചോ? വാ. അതെ പിന്നെ കഴുത്തി ഇട്ട് കൊല്ലടാ നിങ്ങളല്ലേ കുറച്ചു മുമ്പ് മീൻ തലയ്ക്ക് വേണ്ടി സ്നേഹിച്ചോണ്ടിരുന്നേ അടിയാ. ഡേയ് എന്താടാ നീ തോരൻ പറഞ്ഞോണ്ട് തന്നത്? ചെറുതോരെ ഏയ് എവനാണോ ഉണ്ടാക്കിയത്? എന്നാ പിന്നെ നീ ആ കാര്യം നേരത്തെ പറയാത്തത്? എടാ ചെറുക്കാതെ കഴിച്ചിടത്ത് മൊത്തം ചൊറിയുന്നെന്ന്. അയ്യോ അത് അങ്ങനെ ചൊറിയുന്നതല്ല ചേട്ടാ. അതിനകത്ത് വിറ്റാമിൻ A തൊട്ട് XYZ ഒക്കെ ഉണ്ട് അതിനകത്ത്. ജൈവം ജൈവം. എന്റെ പൊന്നച്ഛ ഇവൻ ഏതോ ആന ചൊറിയണമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് തോരൻ. ഇവൻ വേറെ ഏതോ വള്ളിച്ചെടി അങ്ങാണ്ട് ഇട്ടാണ് അച്ഛനെ ഉണ്ടാക്കി തന്നത്. അയ്യോ അളിയാ ഈ കാട്ടിനകത്ത് ഒരു പ്രത്യേക തരം വട്ടയിലുണ്ട് അത് പറിച്ചോണ്ടൊന്നും നമുക്ക് തോരൻ വെച്ച് തിന്നാലോ എനിക്കൊരു ജൈവം വേണ്ട. എനിക്കൊരു ജൈവം വേണ്ടെന്ന്. വേണ്ടേ എന്നാ മീനുണ്ട്. നീ തറതാറ കഴിച്ചാടേ ഞാനേ വൈദ്യരെ പോയി കണ്ടിട്ട് അല്ല ആന ചൊറിയണല്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ വീർക്കും. എവിടെ പോടാ ചെയ്? ഞാൻ വൈദ്യരെ രാജ വൈദ്യരെ പോയി കാണാൻ. ഞാനും പറഞ്ഞു ആ വാ 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 വാ. ബ്ലൂടൂത്ത് അയ്യോ ചേട്ടാ ബ്ലൂടൂത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞു കഴിക്കരുതെന്ന്.